സാറേ, ഭാരതരത്ന കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഡോക്ടർ ബി.ആർ. അംബേദ്കർക്ക് ലഭിച്ചില്ല. പക്ഷേ കോൺഗ്രസ്സിലെ എത്ര നേതാക്കൾക്ക് ലഭിച്ചു? അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നു. അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയാം സാർ. ഇത് അംബേദ്കർക്ക് കോൺഗ്രസ് കൊടുത്തില്ല. പക്ഷേ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി, നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നെഹ്റുവിന് തന്നെ നെഹ്റു കൊടുത്തു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് തന്നെ കൊടുത്തു. രാജീവ് ഗാന്ധിക്ക് മരണാനന്തരം കൊടുത്തു. അപ്പോൾ നെഹ്റു കുടുംബത്തിൽ തന്നെ 3 ഭാരതരത്ന കിട്ടി. ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഇന്ത്യയിലെ. അംബേദ്കർക്ക് 1990 വി.പി. സിംഗ് സർക്കാർ, 1989 വി.പി. സിംഗ് സർക്കാർ വരുന്നത്, അടുത്ത കൊല്ലം തന്നെ അംബേദ്കർക്ക് കൊടുത്തു. അതിനും പശ്ചാത്തലമൊക്കെ ഉണ്ട്. 1954 ഭാരതരത്നം തുടങ്ങുന്നത്, ബഹുമതി കൊടുത്തു തുടങ്ങുന്നത്. അത് ഒരാൾ ചെയ്യുന്ന സേവനം, അല്ലെങ്കിൽ ഇപ്പോൾ കല പോലുള്ള രംഗത്തൊക്കെ ആണെങ്കിൽ പെർഫോമൻസ്, അതിൻ്റെ മികവ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. കൂടുതലും രാഷ്ട്രീയക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത്. മറ്റു മേഖലകളിലൊക്കെ വേറെ താല്പര്യങ്ങളും ഒക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് ഇന്നയാൾക്ക് ഭാരതരത്ന കൊടുക്കണം എന്ന് ശുപാർശ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ കയ്യിലാണിത് പ്രധാനമായിട്ടും നിൽക്കുന്നത്. വേറെ ആളുകളിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്ന് മറ്റേ പത്മ അവാർഡിനൊക്കെ ഉള്ള പോലെ ശുപാർശ ഭാരതരത്നത്തിന് സ്വീകരിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പാണ് ഇതിൻ്റെ കോർഡിനേഷനൊക്കെ നടത്തുന്നത്, ഏകോപനം. അപ്പോൾ ആഭ്യന്തര വകുപ്പിന് കിട്ടുന്ന ശുപാർശകളുണ്ടല്ലോ പലരിൽ നിന്ന്, അത് പ്രധാനമന്ത്രിക്ക് കൊടുക്കും. പ്രധാനമന്ത്രി അതിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് രാഷ്ട്രപതിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഒരു വർഷത്തിൽ പരമാവധി 3 പേർക്ക് എന്നുള്ളതാണ്, അങ്ങനെ ഒരു പരിധി ഉണ്ട് അതിന്, 3 പേർക്ക് വരെ കൊടുക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ മറ്റേ മംഗളപത്രമൊക്കെ കൊടുക്കുമെങ്കിലും പൈസ ഇല്ല, പണം ഇതിൻ്റെ കൂടെ ഇല്ല. 53 എണ്ണം ഇതുവരെ 53 പേർക്ക് ഭാരതരത്ന കൊടുത്തിട്ടുണ്ട്. 53-ൽ 3 നെഹ്റു കുടുംബത്തിൽ ആണ് കിട്ടിയിട്ടുള്ളത്. രാജീവ് ഗാന്ധിക്കും ലാൽ ബഹദൂർ ശാസ്ത്രിക്കും കിട്ടിയത് മരണാനന്തരം ആണ്. നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും രാഷ്ട്രീയക്കാർക്കാണ് കിട്ടിയത്. രാജഗോപാലാചാരിക്ക് 1954 കിട്ടി. അദ്ദേഹം ഗവർണർ ജനറൽ ആയ ശേഷം പിന്നെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് കിട്ടിയത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി ആയിരിക്കെ ഭാരതരത്നം കൊടുത്തു. നെഹ്റുവിന് പ്രധാനമന്ത്രിയായിരുന്നു, അപ്പം നെഹ്റു തന്നെ കൊടുത്തു. പിന്നെ ഗോവിന്ദ വല്ലഭ പന്ത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കെ.സി. പന്തിൻ്റെ അച്ഛൻ. ഗോവിന്ദ വല്ലഭ പന്തിനെ എങ്ങനെയെങ്കിലും ആദരിച്ചാലേ ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് നിൽക്കാൻ കഴിയൂ എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഗോവിന്ദ വല്ലഭ പന്ത് ആഭ്യന്തരമന്ത്രി ആയിരിക്കെ അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്തു. അസാധാരണമാണ്. ബി.സി. റോയ്, ബിധാൻ ചന്ദ്ര റോയ്, അദ്ദേഹം ബംഗാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ബംഗാൾ പിടിക്കണമെന്നുണ്ടെങ്കിൽ ബിധാൻ ചന്ദ്ര റോയിയുടെയൊക്കെ സഹായം വേണം എന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാരതരത്നം, ഗോവിന്ദ വല്ലഭ പന്തിന് കൊടുത്തതുപോലെ തന്നെ. പുരുഷോത്തം ദാസ് ടണ്ടൻ, പഴയ സ്പീക്കർ ആയിരുന്ന അദ്ദേഹം, മുൻ UP ഉത്തർപ്രദേശ് സ്പീക്കറായിരുന്നു, കോൺഗ്രസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് കൊടുത്തു. ഈ ടണ്ടൻ മറ്റേ AICC പ്രസിഡൻ്റായിരുന്ന കാലത്താണ് മറ്റേ പട്ടേലിനെ കൂടുതൽ പേര് നിർദ്ദേശിച്ചിട്ടും നെഹ്റുവിനെ പിന്നീട് കോൺഗ്രസ് പ്രസിഡൻ്റ് ആക്കുന്നത്. ടണ്ടന് ശേഷം ആണ്. രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി പദവി ഒഴിഞ്ഞ ശേഷം സക്കീർ ഹുസൈന് ഉപരാഷ്ട്രപതി ആയിരിക്കെ ആണ് ഭാരതരത്നം കൊടുക്കുന്നത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയാണ് ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തത്. 1971 ബംഗ്ലാദേശ് വിമോചനത്തിന് ശേഷം വലിയ കാര്യമാണ് ചെയ്തതെന്ന് അവർക്ക് തന്നെ തോന്നിയിട്ട് അവർക്ക് തന്നെ കൊടുത്തല്ലേ, അവർ തന്നെ നിർദ്ദേശിച്ചിട്ട് പ്രസിഡന്റ് പറഞ്ഞ് ഭാരതരത്ന കിട്ടി. അതെ അതെ.
അങ്ങനെ കൊടുത്തു. അത് വി ഗിരി രാഷ്ട്രപതി പദവി കഴിഞ്ഞിട്ടാണ് ഗിരിക്ക് കിട്ടിയത്. സാധാരണ ഇത് രാഷ്ട്രീയക്കാർക്കാണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെ. ഈ 18 പേർക്ക് ഈ ഭരണപക്ഷം അല്ലാതിരുന്നിട്ടും 18 പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാമരാജ് 1976 കൊടുത്തിട്ടുണ്ട്. അതായത് കോൺഗ്രസ്സുകാർ അല്ലാത്ത സർക്കാർ വരുമ്പോഴും കോൺഗ്രസ്സുകാരായിരുന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. ഒരേ ഭരണപക്ഷം ആയിരിക്കണം എന്നില്ല. അങ്ങനെ 18 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. കാമരാജ് 1976 അടിയന്തരാവസ്ഥ കാലത്താണ് കൊടുത്തത്. അപ്പോൾ കാമരാജ് പക്ഷേ സംഘടനാ കോൺഗ്രസിലേക്ക് മാറിയിരുന്നല്ലോ. ഇന്ദിരയിൽ നിന്നും മാറി, ഇന്ന് ജലിംഗപ്പയുടെ ഒക്കെ കൂടെ. എന്നിട്ടും കാമരാജിന് 1976 കൊടുത്തു. 1988 രാജീവ് ഗാന്ധി സർക്കാർ എം ജി ആറിന് കൊടുത്തു. അത് തമിഴ്നാട്ടിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണ് എം ജി ആറിന് കൊടുത്തത്. പിന്നെ ശാസ്ത്രി, മൊറാർജി ദേശായി, നരസിംഹറാവു, ചരൺ സിംഗ്, കർപ്പൂരി ഠാക്കൂർ, അംബേദ്കർ, ഇതൊക്കെ മരണാനന്തരമാണ് വരുന്നത്. അംബേദ്കർക്ക് കൊടുക്കുന്ന പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ 1984 BSP ശക്തമായിട്ട് വരുന്നുണ്ട്, ബഹുജൻ സമാജ്വാദി പാർട്ടി. പിന്നെ DS4 എന്ന് പറഞ്ഞ ദളിത് സോച്ചിത് സമാജ് സംഘർഷ സമിതി എന്ന് പറഞ്ഞൊന്ന് 1983 വരുന്നുണ്ട്. ഈ ദളിത് ഈ വോട്ട് ബാങ്ക് വരുന്നുണ്ട്. കാൻഷിറാം ഒരു പുസ്തകം എഴുതി, ഇയർ ഓഫ് സ്റ്റൂജസ് എന്ന് പറഞ്ഞ 1982. അപ്പോഴും ദളിത് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട്. BSPക്ക് 10% വോട്ട് തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിത്തുടങ്ങുന്നുണ്ട്. SC/ST ഒരു വോട്ട് ബാങ്ക് അംബേദ്കർക്ക് ചുറ്റും ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അങ്ങനെയാണ് VP സിംഗ് സർക്കാർ 1989 ഡിസംബറിൽ വന്നിട്ട് രാംവിലാസ് പാസ്വാൻ, ശരദ് യാദവ്, നിതീഷ് കുമാർ തുടങ്ങിയ നേതാക്കൾ, അവരുടെ സമ്മർദ്ദം വരുന്നു VP സിംഗിൻ്റെ മുകളിൽ. അങ്ങനെയാണ് 1990 അംബേദ്കർക്ക് ഭാരതരത്ന കിട്ടുന്നത്. അപ്പോൾ പല നേതാക്കൾ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് അത് അങ്ങനെ ഒരു ഇത് കൊടുക്കാൻ തയ്യാറായത് അല്ലേ? അപ്പോൾ കോൺഗ്രസ് സർക്കാർ അതായത് ഈ പറഞ്ഞ പോലെ SC/ST സമുദായങ്ങളുടെയൊക്കെ ഒരു വോട്ട് ബാങ്ക്, നമ്മൾ ഉത്തർപ്രദേശിലെ BSPയുടെ ഒക്കെ പറഞ്ഞില്ലേ, അതെ അതെ, അങ്ങനെ ഒരു വോട്ട് ബാങ്ക് വന്നപ്പോൾ അവരെ നമ്മൾ തൃപ്തിപ്പെടുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് അംബേദ്കർ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധാകേന്ദ്രമായിട്ട് വരുന്നത്. പക്ഷേ കാൻഷിറാമും മായാവതിയും ഒക്കെ അംബേദ്കറിനെ ഉയർത്തിപ്പിടിച്ചിട്ടല്ലേ അവർ വോട്ട് അഭ്യർത്ഥിച്ചൊക്കെ അങ്ങനെയാണ്. കാൻഷിറാമിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അംബേദ്കർ വീണ്ടും ഒരു വിഗ്രഹമായിട്ട് വരുന്നു. മറ്റേ VP സിംഗ് മന്ത്രിസഭയിൽ രാംവിലാസ് പാസ്വാൻ, ശരദ് യാദവ് ആ സഖ്യത്തിന്റെ ഭാഗമാണല്ലോ, നിതീഷ് കുമാറും ഒക്കെ. അപ്പൊ അവര് അംബേദ്കർക്ക് കൊടുക്കാം. സാധാരണഗതിയിൽ മരണാനന്തര ബഹുമതിയായിട്ട് കൊടുക്കുന്നതല്ല ഭാരതരത്ന, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മറ്റേ അംബേദ്കർക്കും കൊടുക്കുന്നത്. മറ്റേ കോൺഗ്രസ് ഇതര സർക്കാരുകൾ കോൺഗ്രസ് നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് മൊറാർജി ദേശായി, മുമ്പ് കോൺഗ്രസ് ആയിരുന്നല്ലോ, 1991 മരണാനന്തര ഭാരതരത്ന. ചന്ദ്രശേഖർ സർക്കാരാണ് കൊടുക്കുന്നത് മൊറാർജി ദേശായിക്ക്. ഗുൽസാരിലാൽ നന്ദ പഴയ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് 1997 യുണൈറ്റഡ് ഫ്രണ്ട് സർക്കാർ ആണ് കൊടുക്കുന്നത്. പ്രണബ് മുഖർജി, നരസിംഹറാവു, അവർക്ക് രണ്ടുപേർക്കും മോദി സർക്കാരാണ് കൊടുക്കുന്നത്. അതായത് BJP സർക്കാർ കോൺഗ്രസ് ആയ പ്രധാനമന്ത്രിക്കാർക്ക് കൊടുത്തു അല്ലേ? കൊടുത്തു. പ്രണബ് മുഖർജിക്ക് കൊടുത്തു, നരസിംഹറാവുവിനും കൊടുത്തു. മോദി സർക്കാർ 10 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. വാജ്പേയി, മദൻ മോഹൻ മാളവ്യ മരണാനന്തരം 2015 നാനാജി ദേശ്മുഖിന്, ജനസംഘത്തിൻ്റെയൊക്കെ നേതാവ്, 2019 അദ്വാനി, ചരൺ സിംഗ്, കർപ്പൂരി ഠാക്കൂർ, ഇവർക്ക് 3 പേർക്കും 2024
2024 ഈ കൊല്ലം തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്വാനി, ചരൺ സിംഗ്, കർപ്പൂരി ഠാക്കൂർ എന്നിവർക്ക് കൊടുത്തു. കർപ്പൂരി ഠാക്കൂർ നിതീഷ് കുമാർ വീണ്ടും NDA സഖ്യത്തിലേക്ക് വരുന്നതുകൊണ്ട്, അങ്ങനെ ഒരു നിർദ്ദേശം വരുന്നതുകൊണ്ട് ചെയ്താണ്. കർപ്പൂരി ഠാക്കൂർ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി ബീഹാറിലെ, പല കാര്യങ്ങളും പിന്നോക്കക്കാർക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ടുള്ള അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു. 1954 ആണ് പത്മവിഭൂഷണം ഏർപ്പെടുത്തുന്നത്. ഒറ്റ പത്മ അവാർഡ് അന്നുള്ളൂ, പത്മവിഭൂഷൺ. അതിൽ 3 കാറ്റഗറി ആയിട്ട് വരുമായിരുന്നു പത്മവിഭൂഷൺ. 1955 പത്മഭൂഷണും പത്മശ്രീയും കൂടി വരുന്നത്. 1955 ഈ ഭരണഘടനയുടെ 18-ാം വകുപ്പ് 18.1 പറയുന്നുണ്ട്, ഈ അവാർഡുകളുണ്ടല്ലോ, ഭാരതരത്നം, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഇതൊന്നും നമ്മൾ പേരിൻ്റെ കൂടെ വെക്കാൻ പാടില്ല. അതെ അതെ, മറ്റേ നേരത്തെ വെക്കുമല്ലോ പത്മശ്രീ ഇന്നയാൾ, പത്മവിഭൂഷൺ, ഇങ്ങനല്ലേ. പക്ഷെ അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് ഭരണഘടനയുടെ 18.1 നിർദ്ദേശിച്ചിട്ടുണ്ട്. ബയോഡാറ്റയിൽ എനിക്ക് ഇന്ന കൊല്ലം പത്മശ്രീ കിട്ടി എന്നൊക്കെ ചേർക്കാം. പക്ഷെ ഒരു പ്രീഫിക്സ് ആയിട്ടോ അഫിക്സ് ആയിട്ടോ പേരിൻ്റെ കൂടെ ഭരത്, പലപ്പോഴും ഭരത് ഗോപി എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട് ആ സിനിമയുടെ അവാർഡിനൊക്കെ. ഈ പത്മശ്രീയുടെയും മറ്റേതിൻ്റെയും കാര്യത്തിൽ പറ്റില്ല. ഇനി നെഹ്റുവിന് ഈ 1955 തന്നെ നെഹ്റു ഭാരതരത്നം കൊടുക്കുന്നുണ്ട്. സർ M വിശ്വേശ്വരയ്യ, വലിയ ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നല്ലോ, കർണാടകയിൽ നിന്നുള്ള എൻജിനീയറും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടെയാണെന്നാണ് എൻ്റെ ഓർമ്മ. നെഹ്റു എന്ന് പറഞ്ഞാൽ സ്വയം തന്നെത്താനെ മാറ്റാൻ 2 പേരെയും വിശ്വേശ്വരയെയും കൂടി ചേർത്തിട്ട് 1955 ഭാരതരത്നം വരുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് തന്നെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസ് സർക്കാർ തന്നെ രാജീവ് ഗാന്ധിക്കും കൊടുക്കുന്നു. പഴയ ആളുകളൊക്കെ തള്ളപ്പെട്ടു പോകുന്നു. മറ്റേ അംബേദ്കർക്കൊട്ട് കോൺഗ്രസ് സർക്കാർ കൊടുക്കുന്നുമില്ല. അപ്പോൾ കോൺഗ്രസ് എത്ര കൃത്യമായിട്ട് എത്ര പ്ലാനോടും കൂടിയാണ് അംബേദ്കർ ഒഴിവാക്കി നിർത്തിയത് അല്ലേ? ഇപ്പോൾ ഈ അംബേദ്കർ സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കാപട്യമാണ്. നമ്മൾ മുമ്പ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് നെഹ്റു എങ്ങനെയൊക്കെയാണ് അംബേദ്കറെ ദ്രോഹിച്ചതെന്ന്. 1946 ഇടക്കാല മന്ത്രിസഭ വന്നപ്പോൾ അംബേദ്കറെ മന്ത്രിയാക്കിയില്ല നെഹ്റു. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും കൊടുത്തില്ല. 47 ഗാന്ധിയുടെ നിർബന്ധം കൊണ്ട് പിന്നെ മന്ത്രിയാക്കുകയാണ്, നിയമ വകുപ്പ് മന്ത്രി. എനിക്ക് വേറെയും വകുപ്പുകളൊക്കെ അറിയാം, കാരണം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ പൊതുമരാമത്തും തൊഴിലും കൈകാര്യം ചെയ്തിരുന്ന അംഗമായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മന്ത്രിയാക്കാം അദ്ദേഹത്തിന്. നല്ല ബ്രില്യൻസ് ഉള്ള ആളല്ലേ അംബേദ്കർ. ഇങ്ങർക്കാണെങ്കിൽ ജെന്റിൽമാൻസ് ഡിഗ്രി എന്ന് പറഞ്ഞ് കുലീന കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് കൊടുക്കുന്ന ബിരുദമാണ് നെഹ്റുവിന് കിട്ടിയത്. അക്കാഡമിക് ബ്രില്യൻസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ പ്ലാനിങ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പ്ലാനിങ് വകുപ്പ് ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ അംബേദ്കർ തഴഞ്ഞു, കൊടുത്തില്ല. അത് കഴിഞ്ഞ് 1951 അംബേദ്കർ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നു. പല കാരണങ്ങളും പറഞ്ഞ് നെഹ്റു ഇതിനൊന്നും കേപ്പബിളായിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞ് രാജിവെച്ച് പോയി. ആ രാജിക്കത്തും പ്രസ്താവനയൊക്കെ ഇന്ന് അവൈലബിളാണ്, നമുക്കത് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് 1952 54 അംബേദ്കറെ നോർത്ത് മുംബൈയിലും പിന്നെ 54 ഉപതെരഞ്ഞെടുപ്പിൽ ഭണ്ഡാരയിലും നെഹ്റു തോൽപ്പിച്ചു തെരഞ്ഞെടുപ്പിൽ. ഇനി പാർലമെൻറ്റ് അംഗമാകരുത് അംബേദ്കർ എന്ന് നിർബന്ധമുണ്ടായിരുന്നു നെഹ്റുവിന്. അപ്പോൾ എന്തായാലും ഈ അംബേദ്കറുടെ അടുത്തുള്ള ഈ കോൺഗ്രസിൻ്റെ സ്നേഹം കപടമാണെന്ന് വ്യക്തം, വളരെ വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.